ഒരു പരസ്യചിത്രം എന്താണോ ഉദ്ദേശിച്ചത് അത് സാധിച്ചെടുത്തിട്ടുണ്ട്. ഒരു പരസ്യചിത്രം ചെയ്ത് അത് ഇന്ത്യ മുഴുവൻ ചർച്ചയായി എന്നതാണ് ഏറ്റവും വലിയൊരു അതിശയിപ്പിക്കുന്ന കാര്യം. മോഹൻലാലിനെ വെച്ച് പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത അഡ്വർടൈസ്മെന്റ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നടത്തി കഴിഞ്ഞു. ഇന്ത്യൻ സിനിമയും ഇന്ത്യൻ പ്രേക്ഷകരും ഓരോ രീതിയിൽ അതിനെ കാണുകയാണ്. കൂടാതെ സാക്ഷാൽ രാജമൗലി വരെ ഈ പരസ്യം കണ്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അഭിപ്രായങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് എത്തിയില്ല. ചിലപ്പോൾ എത്തിയേക്കാനുള്ള സാധ്യതയുമുണ്ട്. കൂടുതലും ഈ വിൻസ്മേര ജ്വല്ലറിയെ കുറിച്ചല്ല പറഞ്ഞത്, സാക്ഷാൽ മോഹൻലാലിന്റെ ഈ ഒരു അറ്റംപ്റ്റിനെയും അദ്ദേഹത്തിന്റെ അഭിനയത്തെയും ഒക്കെയാണ് സംസാരിച്ചത്. അഭിനയത്തിന്റെ കാര്യം വരുമ്പോൾ മോഹൻലാൽ ഒരു കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അത് ലോകമെമ്പാടുമുള്ള പ്രമുഖരായ പലരും അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ അപ്രിസിയേഷൻ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം മോഹൻലാലിന്റെ തന്നെ വിസ്മയിപ്പിക്കുന്ന പല ചിത്രങ്ങളും വരാൻ പോവുകയാണ്. അതിൽ തന്നെ ലോകമെമ്പാടും ശ്രദ്ധ നേടാനുള്ള ഒരു ചിത്രം വരുന്നുണ്ട്, ദൃശ്യം 3. ദൃശ്യം 2 ഇറങ്ങിയ സമയത്ത് രാജമൗലി ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ദൃശ്യം 2 കണ്ടതിന് ശേഷം നീണ്ട കുറിപ്പ് തന്നെ അയച്ചപ്പോൾ ജിത്തു ജോസഫും ദൃശ്യ ആരാധകരും അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ് എടുത്തത്. ഹായ് ജിത്തു ജോസഫ്, രാജമൗലിയാണ് സിനിമാ സംവിധായകൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ദൃശ്യം 2 കണ്ടു. എന്റെ ചിന്തകളിൽ ഒരുപാട് അത് പതിഞ്ഞു. ഞാനത് വീണ്ടും കണ്ടു. ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം കാണാൻ വീണ്ടും പോയി. ദൃശ്യം പുറത്തിറങ്ങിയപ്പോൾ ഞാൻ തെലുങ്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. സംവിധാനം, തിരക്കഥ, എഡിറ്റിംഗ്, അഭിനയം എന്നിവയെല്ലാം ശരിക്കും അത്ഭുതകരമാണ്. പക്ഷേ എഴുത്ത് ശരിക്കും മറ്റൊരു ലെവലാണ്. അത് ലോക നിലവാരമുള്ളതാണ്. ആദ്യ ഭാഗം തന്നെ ഒരു മാസ്റ്റർ പീസ് ആണ്. രണ്ടാമത്തേതിന് ആദ്യ ഭാഗവുമായി സുഗമമായി ലയിക്കുന്ന ഒരു കഥാസന്ദർഭം, അതേ ആകർഷകമായ ആഖ്യാനം എന്നിവ കൊണ്ടുവരുന്നത് തന്നെ അത്ഭുതമായി. നിങ്ങളിൽ നിന്നും ഇനിയും നിരവധി മാസ്റ്റർ പീസുകൾ കാണുവാൻ പ്രതീക്ഷിക്കുന്നു എന്നതായിരുന്നു രാജമൗലിയുടെ അന്നത്തെ വാക്കുകൾ. ഇപ്പോഴിതാ ദൃശ്യം 3 വരാൻ പോവുകയാണ്. അതിലും ആകർഷകമായ സംഭവം എന്ന് തന്നെ പറയാം. കാരണം ദൃശ്യം 3യുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി തീർത്ത ജിത്തു ജോസഫിന്റെ ആ വാക്കുകളുണ്ട് ഈ ചിത്രം ഗംഭീരമാണെന്നുള്ളത്. ഇനിയിപ്പോൾ രാജമൗലിയൊക്കെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വരും. കൂടാതെ ഇപ്പോൾ മോഹൻലാലിന്റെ പ്രകടനം കണ്ട് തന്നെ രാജമൗലി പോലുള്ള പല പ്രമുഖരും അതിശയിച്ചിരിക്കുകയാണ്. രാജമൗലി എന്ന സംവിധായകന്റെ ബ്രില്യൻ വർക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ രാജമൗലിയുടെ എല്ലാ ചിത്രങ്ങളുടെയും ഒരു ഫാൻ തന്നെയായിരിക്കും. പക്ഷെ രാജമൗലി തന്നെ പറയുന്നുണ്ട്, തന്റെ ചിത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആ സിനിമകളല്ല എന്നത്. ബാഹുബലിയുടെ പാൻ ഇന്ത്യൻ തലത്തിലും RRRലൂടെ പാൻ വേൾഡ് ലെവലിലും അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട സംവിധായകനാണ്. ഇപ്പോഴിതാ തനിക്ക് ഈ 2 ചിത്രങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം മറ്റൊരു സിനിമയോടാണെന്ന് പറയുകയാണ് രാജമൗലി. കഴിഞ്ഞ ദിവസം നടന്ന ജൂനിയർ എന്ന സിനിമയുടെ പ്രീ റിലീസ് ഇവന്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എത്തിയത്. ബാഹുബലിയും മഗധീരയും ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ബെസ്റ്റ് ഫിലിം എന്ന് ഞാൻ കരുതുന്നത് ഈഗയാണ്. എനിക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ആ സിനിമയോടുണ്ട്. മറ്റു സിനിമകളെക്കാൾ കുറച്ച് ഇഷ്ടക്കൂടുതൽ ആ സിനിമയോട് തോന്നാറുണ്ട്. പലർക്കും എന്റെ മറ്റ് സിനിമകളാകും ഇഷ്ടം. എനിക്ക് ഈഗയാണ്. രാജമൗലിയുടെ വാക്കുകൾ ഇതായിരുന്നു. ഞാൻ ഈ കിച്ച സുദീപ്, സമന്ത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജമൗലി ഒരുക്കിയ ചിത്രമാണ് ഈഗ. ഇങ്ങനെ വ്യത്യസ്തമായൊരു അപ്രോച്ചുള്ള സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ദൃശ്യം പോലൊരു സിനിമയെക്കുറിച്ച് അപ്രിഷിയേറ്റ് ചെയ്തപ്പോൾ ദൃശ്യം 3ക്ക് വേണ്ടി പോലും അദ്ദേഹം പോലുള്ള പ്രമുഖർ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. ദൃശ്യം 3 ആണെങ്കിൽ ഉടനെ ചിത്രീകരണം ആരംഭിക്കാനും പോകുന്നു. മോഹൻലാലിന്റെ തൊട്ടടുത്ത ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന സിനിമ ദൃശ്യം 3 തന്നെയാണ്. എന്തായാലും മോഹൻലാൽ ഈ അവസരത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഫുള്ളും തരംഗമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ തയ്യാറെടുപ്പുകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന അവസരമാണ്. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ പരസ്യവും മോഹൻലാലിന്റെ വരാൻ പോകുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ടീസറും അതുപോലെ തന്നെ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന് വേണ്ടിയുള്ള ഈ മാറ്റവും ഒക്കെ അതിശയിപ്പിക്കുന്നതാണ്. മീശയൊക്കെ പിരിച്ചു വെച്ച് മോഹൻലാൽ പപ്പ എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള മാറ്റം കാണുമ്പോൾ പഴയ മോഹൻലാലുമായി കമ്പയർ ചെയ്യുകയാണ് ആരാധകരും.